ജസ്നയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട പുതിയൊരു ട്വിസ്റ്റും കൂടെ വാർത്തകളിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു ലോഡ്ജും അതുമായിട്ട് ബന്ധപ്പെട്ട ലോഡ്ജിലെ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലുമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അന്നേ ദിവസം, അതായത് ജസ്ന കാണാതായ ദിവസം ജസ്നയെ ആ ഒരു ലോഡ്ജിൽ മറ്റൊരു പയ്യനുമായി കണ്ടു. പിറ്റേ ദിവസത്തെ പത്രത്തിൽ കണ്ട ഫോട്ടോയിൽ അടിസ്ഥാനത്തിലാണ് ജസ്നയാണെന്ന് തിരിച്ചറിഞ്ഞതും ജസ്നയുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. ജസ്നയെന്ന് തിരിച്ചറിയാനുള്ള കാരണം പല്ലിൽ കമ്പി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഈ 6 വർഷം ഈ പുള്ളിക്കാരി എവിടെ കിടക്കുകയായിരുന്നു? 6 വർഷം വെറുതെ വാർത്തകളിൽ ഇടനേടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുത്ത ഒരു ഇത് വന്നു. ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചും അതുപോലെയുള്ള വലിയ എന്താ പറയുക പോലീസ് ഓഫീഷ്യൽസും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ശരിയാണ്, നമ്മളെല്ലാവരും ആ തിരോധാനത്തെപ്പറ്റി ഒരുപാട് അന്വേഷണങ്ങൾക്ക്, അതായത് വാർത്തകളിൽ കൂടെ നമ്മൾ കാണുന്നതാണ്. ആ കുട്ടി എവിടെ പോയി, അങ്ങനെ ആ കുട്ടിയെ കാണാതായതിനു ശേഷം ഒരുപാട് വാർത്തകൾ വന്നു. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഏതോ ഒരു ISISO അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടി പോയെന്ന് വരെ പലരും പറഞ്ഞു പ്രചരണം നടത്തി. അവരുടെ കുടുംബം അനുഭവിക്കുന്ന വേദന എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ സമയങ്ങളിൽ ഓരോ വാർത്ത. ഇപ്പം എന്താ പറയുക, നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്കറിയാം അർജുനിൽ നിന്ന് തുടങ്ങി വയനാട് ഉരുൾപൊട്ടൽ, അതിന് ശേഷം വരുന്ന മറ്റ് വാർത്തകൾ, ഇപ്പം കൊൽക്കത്തയിലെ ഡോക്ടറുടെ മരണം, അതിനുശേഷം ഇപ്പോൾ വീണ്ടും ജസ്ന വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. അപ്പം ആ കുട്ടി എവിടെ പോയെന്നോ അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ ആ കുട്ടിയുടെ അപ്പൻ ആണെങ്കിൽ പോലും അതുപോലെ കുട്ടിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പാരലലി പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ആ കുടുംബത്തിനെ ആ കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ, അല്ലെങ്കിൽ കുട്ടി എവിടെ പോയി എന്നുള്ളതിൻ്റെ വേദന അറിയത്തുള്ളൂ. ആ സമയത്താണ് വാർത്തകളിൽ ഇപ്പോൾ ഒരു സ്ത്രീ വന്നിരിക്കുന്നത്. ഈ 6 വർഷം എന്ന് പറയുന്ന സ്ത്രീയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഈ ന്യൂസ് ചാനലുകളിൽ പറയുന്നത് കേട്ടു. ന്യൂസ് ചാനലുകാരുടെ ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അന്ന് ഈ കുട്ടി തിരോധാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് ഒരു എന്താ പറയുക ഒരു ഇത് കൊടുത്തില്ല, ആ കുട്ടിയെ കണ്ടിരുന്നു എന്നും പറഞ്ഞ്. നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായില്ല എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മറുപടി ഇതായിരുന്നു, എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, എനിക്കെൻ്റെ മകൾ നഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ സ്ത്രീ ഈ 6 വർഷമായിട്ട് അത് വെളിപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അവർ പറയുന്നത് അവർ വർക്ക് ചെയ്തിരുന്ന ആ ലോഡ്ജിൽ നിന്നും ബിജു എന്ന ആളാണ് ലോഡ്ജിൻ്റെ ഉടമ. അദ്ദേഹം അവിടെ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ വൈരാഗ്യത്തിലാണ് ഇപ്പോൾ അവരത് വെളിപ്പെടുത്തിയെന്ന് പറയുന്നത്. അന്ന് ഇവർ പേടിച്ചിട്ടാണ് പറയാതിരുന്നത്, അവർക്ക് ലൈഫിൽ ത്രെട്ട് ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു 6 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുകളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ഈ വാർത്തയിൽ എത്രമാത്രം കഴമ്പുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. ഇതിപ്പം അയാളോട്, ആ ലോഡ്ജിൻ്റെ ആളുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹവുമായിട്ട് ഉള്ള ഒരു ശത്രുത മൂലം ഇപ്പോൾ അവർ വെളിപ്പെടുത്തിയതാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അവർ അന്ന് കണ്ടത് ജസ്നയാകാം. പല അഭ്യൂഹങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ജസ്നയുടെ പിതാവ് പറയുന്നുണ്ട് അത് ജസ്നയല്ല, അന്ന് അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ അത് ജസ്ന അല്ലായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജസ്നയുടെ പിതാവ് ഈ വാർത്തയെ എന്താ പറയുക ശരിയല്ല, അവർ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ, കുറച്ച് ദിവസങ്ങളിൽ കൂടെ ഈ വാർത്ത വളരെ എന്താ പറയുക കത്തി നിൽക്കുകയും കെട്ടടങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും. കാരണം വാർത്തകളെന്ന് പറയുമ്പം ഇന്ന് ഒരു ന്യൂസ് കിട്ടും, അത് കുറച്ച് നാൾ കത്തിക്കും, അത് കഴിയുമ്പോൾ അടുത്തത് കിട്ടും, അതിൻ്റെ പുറകെ പോകും. അങ്ങനെയാണ്. നഷ്ടമാർക്കാണ്? ആ കുടുംബത്തിനാണ് നഷ്ടം. നമുക്ക് ജസ്നയുടെ തിരിച്ചു വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അല്ലെങ്കിൽ ഒരു എന്താ പറയുക അതിൽ ഏറ്റവും വഴിത്തിരിവുള്ള ഒരു വാർത്ത പോലീസ് ഓഫീഷ്യൽസിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.